ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫയോമി കോഴികൾക്ക് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമിക്കുട്ടീസ് ഇതുവാവേ. നമ്മുടെ ഫാമിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഫയോമികൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. മുമ്പ് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ഫയോമികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവരെ മുട്ട വിരിയിച്ചിട്ട് ഏകദേശം ഒരു 40ഓളം കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ പാരൻസ് സെറ്റാക്കി വരുന്നുണ്ട്. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം എല്ലാവരും മുട്ടയിടാൻ തുടങ്ങും. അതിൽ കുറച്ച് പേരൊക്കെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്ന പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഫയോമി ഒറിജിനലാണോ അല്ലെങ്കിൽ ക്രോസ് ആണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മളത് ക്രോസ് ഒന്നല്ല, ഒറിജിനൽ ഫയോമികളാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അവരുടെ ക്വാളിറ്റിയും ഭംഗിയും കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. നമുക്ക് ഒറിജിനലും ക്രോസും നമുക്കങ്ങനെ ഒറ്റത്തടിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഭംഗിയും ഈ ഒരു ക്വാളിറ്റിയും ക്രോസിനും അതേപോലെ സോനാലിക്കും കിട്ടില്ല കേട്ടോ. ഇവരുടെ ഫെദർ അതേപോലെ പൂവിൻ്റെ ഭംഗി കളറൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഒറിജിനൽ ആണെങ്കിൽ ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ പ്യുവർ വൈറ്റ് ആയിരിക്കും. മറ്റത് ഇത്ര പ്യുവർ വൈറ്റ് ഉണ്ടായിരിക്കില്ല. ക്രോസ് ആണെങ്കിൽ അതുപോലെ തന്നെ നല്ല പ്രതിരോധ ശേഷിയൊക്കെ നല്ല കൂടുതലുള്ള കോഴികളാണ് ഫയോമികൾ. നാടൻ കോഴികൾ കൂടെ തന്നെ വളർത്താം. വീട്ടിലെ വേസ്റ്റും തവിടും മുട്ടത്തീറ്റൊക്കെ മിക്സാക്കി കൊടുത്തുകൊണ്ട് വളർത്തി കഴിഞ്ഞാൽ തന്നെ കുഴപ്പമില്ലാതെ മുട്ടയിടും. നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് പോലും മിസ്സാകാതെ ഫുള്ള് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം കുഞ്ഞുങ്ങൾക്കൊന്നും പെട്ടെന്ന് തൂക്കമോ അസുഖങ്ങളൊന്നും ഫയോമി കോഴികൾക്ക് വരില്ല. അപ്പോൾ നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൈസക്ക് കൂടുതൽ പീസ് കിട്ടുകയും ചെയ്യും. നല്ല പാരൻസ് സെറ്റാക്കാനും പറ്റും. അപ്പോൾ ഫയോമി കോഴികളൊക്കെ വാങ്ങി വളർത്താനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്പർ എടുത്തിട്ട് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, അടുത്ത മാസം മുതലൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.